അപ്പോൾ വീണ്ടും സ്വാഗതം. നമ്മളിന്ന് വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഗിംബൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റ 360 ഫ്ലോ 2 പ്രോ ഈ മോഡലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. റേറ്റ് നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഈ കവർ പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ പുറത്ത് ഇവിടെ ഇതിൻ്റെ വാറണ്ടി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ QR കോഡ് ഇതിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മളെ ഇൻസ്റ്റ 360 ഫ്ലോ 2 പ്രോ ക്രിയേറ്റർ കിറ്റാണ്. സ്റ്റോൺ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള കളർ മോഡലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇത് ഓക്കെ, ഇതിൻ്റെ ഇവിടെ ഇത് സെറ്റപ്പ് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ അതിൻ്റെ യൂസർ മാനുവൽ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അസംബിൾ ചെയ്യുന്നതും അൺഫോൾഡ് ചെയ്യുന്നതും ഫോൾഡ് അപ്പ് ചെയ്യുന്നതും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, പിക്ചോറിയലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വേറൊരു ബോക്സ് ആണ് കിട്ടുന്നത്. ഇതിലെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിവിടെ മാറ്റി വെച്ചു. ഇനി ഇതാണ് നമ്മുടെ ഗിംബൽ. ഓക്കെ, ഗിംബൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് നമ്മുടെ ഫോൺ മാഗ്നറ്റിക് മൗണ്ട് ഫോൺ ക്ലിപ്പ് ചെയ്യാനുള്ള മാഗ്നറ്റിക് മൗണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ പുറത്തും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ബോക്സിൽ വരുന്ന നമ്മുടെ ആക്സസറീസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇൻസ്റ്റ 360 ഫ്ലോ 2 പ്രോ മെയിൻ ഗിംബൽ, പിന്നെ ഒരു സ്പോട്ട് ലൈറ്റ് ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫോൺ മൗണ്ട് ഉണ്ട്, പിന്നെ മാഗ്നറ്റിക് ഫോൺ ക്ലാമ്പ് ഉണ്ട്, പിന്നെ USB-C ചാർജ് കേബിൾ ഉണ്ട്, USB-C to USB-A ചാർജ് കേബിൾ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് പൗച്ച് ഉണ്ട്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വാറണ്ടി കാർഡ്. ഇത്രയും സാധനങ്ങളാണ് നമ്മളെ ബോക്സിൽ വരുന്നത്, ക്രിയേറ്റീവ് കിറ്റ് എന്ന് പറയുന്ന ഈ ബോക്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഗിംബിൾ നമുക്ക് അവസാനം നോക്കാം. നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഇതിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തും ഇതിൻ്റെ എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ട്രൈപോഡ് പൊസിഷൻ, ക്വിക്ക് ഗ്രിപ്പ്, ലോ ഗ്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊന്നും നോക്കിയിട്ടില്ല. നമുക്കിത് ഫസ്റ്റ് ടൈം യൂസാണ്. അപ്പോൾ ഇതിൻ്റെ യൂസർ റിവ്യൂ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് മാത്രമായിട്ട് നമ്മളിത് ഒതുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, വേറൊരു ബോക്സ് ഉണ്ട്, പിന്നെ ഇത് ഒരു പൗച്ച്, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പൗച്ച് കേട്ടോ. പിന്നെ കുറച്ച് യൂസർ മാനുവൽസ്, പിന്നെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. iOS-ൽ ആൻഡ്രോയിഡിൽ ഒക്കെ ഇത് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനത്തിലുണ്ട്. പിന്നെ ഇതാ ഇൻസ്റ്റ 360 തിങ്ക് ബോൾഡ് എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റിക്കർ, ഒരു യെല്ലോ കളർ സ്റ്റിക്കറും ഒരു വൈറ്റ് കളർ ട്രാൻസ്പെറൻറ്റ് മോഡലുള്ള ഒരു സ്റ്റിക്കറും, പിന്നെ വാറണ്ടി കാർഡ്. ഇത് സ്പോട്ട് ലൈറ്റിൻ്റെ, അതിനകത്തൊരു സ്പോട്ട് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ഇൻസ്ട്രക്ഷനാണ്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ബുക്കാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫോൺ മൗണ്ടിൻ്റെ ഇൻസ്ട്രക്ഷൻ ബുക്ക്. ഇത് ഇൻസ്റ്റ 360 ഫ്ലോ 2 പ്രോ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ഇതതിൻ്റെ ഗൈഡ് ബുക്ക്. ഓക്കെ, ഇത് ഇൻസ്റ്റ 360 ഫ്ലോ 2 പ്രോൻ്റെ സേഫ്റ്റി ഗൈഡ് ലൈൻസ്. ഓക്കെ, ഇത് അപ്പോൾ അങ്ങനെ ഒരു 3-4 ബുക്കുണ്ട്. ഇതൊക്കെ നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി 2 ബോക്സ് ഉണ്ട്, ഇതിൻ്റെ അകത്താണ് കുറേ സാധനങ്ങളുള്ളത്. നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നമുക്ക്
സിലിക്കൺ ജെല്ലാണ് ഫസ്റ്റ് കിട്ടിയത്. ഓക്കെ, കിട്ടുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇതിൻ്റെ അകത്തൊരു C2C ഒരു കേബിള് വരുന്നുണ്ട്. ഇത് USB to C ചാർജിങ് കേബിളാന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ ആ LED ലൈറ്റ് നമ്മളെ ഫോണിൽ ഗിംബലിൽ ഫോൺ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിത് സൈഡിലായിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലൈറ്റ് കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ LED ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇവിടെ 2 ബട്ടൺസ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ്, ബ്രൈറ്റ്നസ് കൂട്ടാനൊക്കെയാണെന്ന് തോന്നുന്നു. ഓൺ ചെയ്യാനും ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള 2 ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് C പോർട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബോക്സിൻ്റെ അകത്ത്. ഇനി വേറൊരു ബോക്സും കൂടി ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇത് മാഗ്നറ്റിക് മൗണ്ടാണ്. ഇത് നമ്മളെ ഫോണ് ഇപ്പോൾ ഇത് ഗിംബലിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ഫോൺ വെറുതെ നമുക്ക് മാഗ്നറ്റ് ചെയ്ത് വെക്കാം. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് നമ്മളെ ഗിംബൽ. ഓക്കെ, ഇത് നമുക്ക് പൊളിക്കാം. ഇതാണ് നമ്മുടെ ഗിംബൽ വരുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ യൂസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കിത് എങ്ങനെ ഓപ്പൺ ചെയ്യണേ ഒന്ന് നോക്കാം. ഇതിങ്ങനെ ആയിരിക്കും അല്ലേ. ഇതിങ്ങനെ നേരെ അപ്പോൾ ഇനി ഇപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോയിൽ. ഇനി നമുക്കിതിൻ്റെ യൂസിങ് കാര്യങ്ങളും ബാക്കിയെല്ലാം അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.